അപ്പോൾ എല്ലാവരുടെ സേവനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതാവുന്ന പ്രതിഫലം നൽകട്ടെ. ഈ മഹത്താവുന്ന സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൾ ചെയ്യട്ടെ. ഇവിടെ സനദ് പിന്നെ അബ്ദുൽ സലാം ബാക്കവി സൂചിപ്പിച്ചതുപോലെ ഞാനത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൈമാറും. അവിടുന്ന് അവിടെ മഹാന്മാരാവുന്ന പല ബീവിമാരും മഹദികളാവുന്ന പല ബീവിമാരുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ലവറല്ലാഹു മർക്കദ അവരുടെ ഭാര്യ അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കയ്യിൽ നിന്നിട്ട് സ്ത്രീ വിദ്യാർത്ഥിനികൾ പണ്ഡിതകൾ അതിനെ ഏറ്റുവാങ്ങേണ്ടതാണ്. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പ്രത്യേക ചട്ടക്കൂട് എന്ന് പറഞ്ഞത് പ്രത്യേകമാവുന്നതായ അതിരുവരമ്പുകൾ ഇതിനുണ്ട്. അതിന് ഭേദിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും നിങ്ങളാരും പോകാൻ പാടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നുള്ള അതിൻ്റെ അനുവാദം ഉണ്ടാവുന്നതുമല്ല. അപ്പം കണ്ട അത് അവിടെ വെച്ചുകൂടെ മറ്റു ആളുകൾ ബീവിമാർ അതിനെ വിതരണം ചെയ്യും. അവരെ തലപ്പത്ത് മഹദി ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർക്കദ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും നേതൃത്വമൊക്കെ നൽകിയ മഹാനാണ്. അവരുടെ ഭാര്യയും അവരുണ്ട്. അവരെല്ലാവരും നിന്ന് അവരാരൊക്കെയാണ് അവർ തീരുമാനിച്ചു കൊണ്ടിട്ട് ആ ബീവിമാരൊക്കെ നിങ്ങൾക്ക് ആ സനത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കബൂൾ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സനഇയ ബിരുദധാരികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ അബ്ദുസലാം ബാക്കവി ഉസ്താദിന് കൈമാറുന്നു. ശേഷം 1:30 നടക്കുന്ന ബിരുദദാന സമ്മേളനത്തിൽ അഭിവന്ദ്യരായ സയ്യിദ സുഹറ ബീവി പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പത്നി അവர்கள் വിദ്യാർത്ഥിനികൾക്ക് സനദ് കൈമാറുന്നതാണ്. സനദ് സ്വീകരിക്കുന്ന സനാഇയ പണ്ഡിതകൾ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ എത്തിച്ചേരേണ്ടതാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. في هذه اللحظة المميزة يسرنا أن